നിർമ്മല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി 33 ദിവസത്തെ ഒരുക്ക ശുശ്രൂഷകൾ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ഷാലോം പ്രേക്ഷകർക്കും 12-ാം ദിവസത്തെ ശുശ്രൂഷകളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ച് ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. നേരും അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ നന്മ നേരും അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയല്ലോ നിത്യ സ്നേഹധാര ആശാപൂരം നീയേ ആശ്രയതാരം നീയേ പാരിതായ നീയേ മേരി ലോകമാതാ നേരും അമ്മ വിണ്ണിൻ രാജകന്യാ ധന്യാ സർവവന്യാ മേരി ലോകമാതാ മേരി ലോകമാതാ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തുള്ളവർക്ക് സ്തുതി കൊടുത്ത്
വേഗം ഓരോരുത്തരും അവരവരുടെ സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും വളരെ വലിയ ഒരു ആത്മീയ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ തന്നെ പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിക്കണം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കണം. ഈശോയുടെ സ്വന്തമായി മാറാൻ തടസ്സം നിൽക്കുന്ന തടസ്സങ്ങളൊക്കെ മാറ്റണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ വിശുദ്ധ വചനങ്ങളാൽ ഈ ദിവസങ്ങളിൽ നമ്മളെ കഴുകുകയാണ്. അനേകം വിശുദ്ധരുടെ അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് എനിക്ക് ഇനി ഒത്തിരി വളരാനുണ്ടല്ലോ എന്നൊരു ചിന്ത, അതും തന്നെ ദൈവം തരുന്നതാണ്. ഞാൻ നിർഭാഗ്യ പാപിയാണ്, ഞാൻ നിസ്സഹായനാണ്, ഞാൻ ബലഹീനനാണ്. ദൈവമേ, അന്ന് പത്രോസ് അപ്പസ്തോലന് ഈശോയുടെ അനുഭവം ഉണ്ടായി. പത്രോസ് അപ്പസ്തോലൻ ഈശോയുടെ അനുഭവം ഉണ്ടായ സമയത്ത് എന്താ പറഞ്ഞത്? കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്നും അകന്നു പോകണമേ എന്ന് പറഞ്ഞില്ലേ? വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ജീവിതത്തിൻ്റെ യാത്രയെല്ലാം കഴിഞ്ഞ അവസാനമൊക്കെ ആയപ്പോഴത്തേനും വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എപ്പോഴും എന്താ പറയണത്? പാപികളിൽ ഒന്നാമനാണ് ഞാൻ, പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യങ്ങൾ തരുമ്പോൾ എളിമയുടെ ഒരു കൃപ നമുക്ക് കിട്ടും, ഏറ്റുപറയാനൊരു കൃപ കിട്ടും. ദൈവമേ, ഞാൻ ഒട്ടും യോഗ്യനല്ല, അങ്ങയുടെ മഹാപരിശുദ്ധിക്ക് മുമ്പിൽ വരുമ്പോൾ ഞാൻ വെറും ജീർണ വസ്ത്രം പോലെയാണ്, അഴുകിയ വസ്ത്രം പോലെയാണ്. എൻ്റെ ഏറ്റവും വലിയ വിശുദ്ധ പ്രവർത്തികൾ പോലും, എൻ്റെ ഏറ്റവും നല്ല കാര്യം പോലും അങ്ങയുടെ മുമ്പിൽ അഴുകിയ വസ്ത്രം പോലെയാണ്. ദൈവമേ, ഞാൻ നിർഭാഗ്യനാണ്, ഞാൻ നിസ്സഹായനാണ്, ഞാൻ ബലഹീനനാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ നീച അവസ്ഥയെക്കുറിച്ചെല്ലാം പറയാൻ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉൾക്കാഴ്ച തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കെങ്കിലും അങ്ങനെ എനിക്ക് ഇനി ഒത്തിരി വളരാനെന്ന് തോന്നിയാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക, വേറൊന്നും നമ്മൾ ചെയ്യാനില്ല. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ഇതാണ് നമുക്ക് ഇതിന് കരണീയമായിട്ടുള്ളൊരു കാര്യം. കർത്താവായ യേശു ക്രിസ്തു വഴി പിതാവായ ദൈവം നമ്മുടെ മേൽ തൻ്റെ ആത്മാവിനാൽ വലിയ കാര്യങ്ങൾ, മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വന്ന് ഉയർപ്പിച്ച് പുതിയ സൃഷ്ടികളാക്കി മാറ്റും. നമ്മൾ കർത്താവിനെ ആശ്രയിക്കണം, നമ്മൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ആദ്യത്തെ ഘട്ടത്തിൽ പിന്നിടുകയായിരുന്നു. 33 ദിവസത്തെ ഈ ഒരുക്ക പ്രതിഷ്ഠയ്ക്ക് അല്ലെങ്കിൽ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്ക ദിവസങ്ങളിൽ 2 ഘട്ടമായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. 2 ഘട്ടം. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് 12 ദിവസങ്ങളടങ്ങിയ ആദ്യത്തെ ഘട്ടമാണ്. ഈ ആദ്യത്തെ 12 ദിവസങ്ങൾ എന്താണ്? അത് ലോക അരൂപിയെ കീഴ്പ്പെടുത്താനും ലോക അരൂപിയെ പറിച്ചു കളയാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്ന ദിവസമാണ് ആദ്യത്തെ 12 ദിവസങ്ങൾ. ഇന്ന് ആ 12 ദിവസം പൂർത്തിയാകാൻ പോവുകയാണ്. ഈ 12 ദിവസങ്ങളിൽ കർത്താവായുള്ള വചനങ്ങൾ നമുക്ക് നൽകി. ഇനി നാളെ തൊട്ട് 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. നാളെ 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 2ാം ഘട്ടത്തിന് 3 ആഴ്ചകളുണ്ട്. 21 ദിവസം അടങ്ങുന്ന 2ാം ഘട്ടത്തിന് 3 ആഴ്ചകളുണ്ട്. ഓരോ ആഴ്ചയിൽ 7 ദിവസം 3 21. അതിൽ ആദ്യത്തെ ആഴ്ച, നാളെ തൊട്ട് തുടങ്ങുന്ന ആദ്യത്തെ ആഴ്ച എന്താണ്? ആത്മജ്ഞാനം, തന്നെ അറിയാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന ഒരു ഒരാഴ്ചയാണത്. ആത്മജ്ഞാനം പ്രാപിക്കുക, നമ്മുടെ ദയനീയ അവസ്ഥ അറിയുക. ഇതാണ് നാളെ. പിന്നെ അടുത്ത ആഴ്ചയോ? അടുത്ത ആഴ്ചയിൽ പരിശുദ്ധ അമ്മയെ ആഴത്തിൽ അറിയുക, പരിശുദ്ധ മാതാവിനെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്ന ആഴ്ചയാണ് ഈ 2ാമത്തെ ആഴ്ച. പിന്നെ ലാസ്റ്റ് ആഴ്ചയോ? 3ാമത്തെ ആഴ്ചയോ? 3ാമത്തെ ആഴ്ച ഈശോയെ അടുത്തറിയുക, ഈശോയെക്കുറിച്ച് ധാരാളമായി ആഴത്തിൽ ധ്യാനിക്കുന്ന ആഴ്ചയാണ് 3ാമത്തെ ആഴ്ച. അങ്ങനെ 7 ദിവസം അല്ലെങ്കിൽ 7 ദിവസം വീതമുള്ള 3 ആഴ്ചകൾ, അങ്ങനെ 21 ദിവസം പൂർത്തിയാക്കി കഴിയുമ്പോഴോ 2ാം ഘട്ടം പൂർത്തിയാക്കി കഴിയുമ്പോൾ സമാപന ദിവസം, ഓഗസ്റ്റ് 15-ാം തീയതി സമാപനം. അന്ന് ഈശോയ്ക്ക് മറിയത്തിൻ്റെ കരങ്ങൾ വഴി നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പണം ചെയ്യുന്നൊരു ശുശ്രൂഷ. ഇതൊരു അനുഷ്ഠാനം അല്ലെങ്കിൽ ചടങ്ങ് എന്നതുപോലെയല്ല, റിയലായിട്ട് നമ്മളൊരു പുതിയ സൃഷ്ടിയാകാൻ വേണ്ടി ആഗ്രഹിക്കണം. നമ്മൾ ശരിക്കും ഈശോയ്ക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ വേണ്ടി ഈശോയുടെ ഒരു സമ്പൂർണ്ണമായി ഈശോയുടേതാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഈശോയും ഞാനും ഒന്നായി ഏകീഭവിക്കുന്ന ആ ഒരു മാമോദീസയുടെ ഏറ്റവും ടോപ്പ് അവസ്ഥയിലേക്ക്, നമ്മുടെ വരപ്രസാദ അവസ്ഥയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് ഡെലിബറേറ്റായിട്ട് ബോധപൂർവം പരിശ്രമിക്കുന്ന ദിവസങ്ങളാണ് ഈ 33 ദിവസത്തെ ഒരുക്ക ദിവസങ്ങൾ. ഇത് വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടാണ് ഇങ്ങനെ ഈ ഒരുക്ക ദിവസങ്ങളെ ക്രമപ്പെടുത്തി ചരിത്രത്തിൽ അങ്ങനെ ഒരു ക്രമം ഉണ്ടാക്കിയത്. അപ്പോൾ ആ വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ക്രമമാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഘട്ടത്തിൻ്റെ 12ാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോണത്.
ഈ 12-ാമത്തെ ദിവസത്തിൽ കർത്താവ് ചിന്തിക്കാൻ നമുക്ക് തരുന്നത് സ്വാർത്ഥ സ്നേഹത്തിൽ നിന്നും മായാസ്തുതിയിൽ നിന്നും ഓടി അകലണം, അതിനെ വിട്ടുപേക്ഷിക്കണം, ഉരിഞ്ഞു കളയണം. സ്വാർത്ഥ സ്നേഹവും മായാസ്തുതിയും ഇത് നമ്മൾ അറിയില്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇതങ്ങോട്ട് വേരുപാകും. സ്വാർത്ഥ സ്നേഹം, തന്നോട് തന്നെ ഒരു സ്നേഹം, തന്നോട് തന്നെ ഒരു ഇപ്പം നിങ്ങൾ ചിന്തിച്ചു, നിങ്ങളിപ്പോൾ ഇരിക്കുമ്പോൾ എന്താ, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ നല്ലൊരു കസേര ചൂസ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ഭക്ഷണ പദാർത്ഥത്തിന് മുമ്പിൽ ചെല്ലുന്നു, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹമുള്ളത്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റുള്ള ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിക്കുന്നു, സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പല ഫുട്ബോളിൽ ഇരിക്കാത്തത്? എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നിലത്തിരിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഏറ്റവും പുറകിൽ ചാട്ടമുള്ള സീറ്റ് ഇരിക്കാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമുള്ളത് കൊണ്ട് ഏറ്റവും കംഫർട്ടബിളായ മുമ്പശത്ത് സീറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ പോയിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കിക്കൊള്ളുക, നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ നോക്കിക്കൊള്ളുക. ഇറ്റ് ഈസ് സെൻറ്റേഡ് ഓൺ സെൽഫ് ലവ്. നമുക്ക് നമ്മളോട് തന്നെയുള്ള സ്നേഹത്തെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ജീവിതം മുഴുവനും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്വാർത്ഥ സ്നേഹം എന്നാണ് പറയുന്നത്. പിന്നെ മായാസ്തുതി, നമുക്ക് തന്നെ സ്തുതി കിട്ടുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് തന്നെ നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെ ചെയ്യുക. മായാസ്തുതി, നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ ഒരു ആൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-24 വാക്യം ഈശോയ്ക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുണ്ട്. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 24. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇവിടെ ആ ദൈവത്തെയും മാമോനെയും എന്നുള്ള ഭാഗം അങ്ങോട്ട് മാറ്റിക്കേ. മാമോൻ അല്ല, മാമച്ചൻ അങ്ങനത്തെ പേരല്ല. ദൈവത്തെയും നമ്മളുടെ പേരങ്ങോട്ട് വെച്ചോ. തന്നെയും സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ദൈവത്തെയും ദൈവത്തെയും നമ്മെ തന്നെയും രണ്ടുപേരെയും പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്ക് സാധ്യമല്ല. ഒരുവനെ ദോഷിക്കുകയും അവരനെ സ്നേഹിക്കുക, ഒന്നുകിൽ ഒരുവനെ ദോഷിക്കുക അപരനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുക അപരനെ നിന്ദിക്കും. ഇതിൽ ആരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്, ആരെയാണ് നിന്ദിക്കേണ്ടത്? നമ്മുടെ ദൈവത്തെ നമ്മൾ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ സ്വാർത്ഥതയെ നമ്മൾ നിന്ദിച്ച് അതിനെ ഉരിഞ്ഞു കളയണം. ഒരുവനെ ദോഷിക്കുക അവനെ സ്നേഹിക്കുക. ആരെയാണ് സ്നേഹിക്കേണ്ടത്? ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മുടെ തന്നെ സ്വാർത്ഥതയെ നമ്മൾ ദ്വേഷിക്കണം, അതിനെ വെറുത്തുപേക്ഷിക്കണം. സ്വാർത്ഥതയെയും മായാസ്തുതിയെയും വെറുത്തുപേക്ഷിക്കുക. അങ്ങനെ സ്വാർത്ഥതയും മായാസ്തുതിയെ വെറുത്തുപേക്ഷിക്കുന്നില്ല എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാനൊരു വൈദികനായി ഇങ്ങനെ ഇരിക്കുകയാണ്, ഞാനൊരു ശുശ്രൂഷകനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ലീഡറായിട്ടങ്ങ് നടക്കുകയാണ്, അതും അല്ലെങ്കിൽ നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ട് അങ്ങനെ വ്യാപരിക്കുകയാണ്. എന്താണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള വിചാരം? വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ 1702 പാരഗ്രാഫിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന ഡയറി 1702. ആ പാരഗ്രാഫിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു പ്രാർത്ഥനയുടെ സമാപനത്തിലാണ് ഈശോയുടെ ദർശനം കിട്ടുന്നത്. ഇത് നമുക്ക് വായിക്കാം. ഞാൻ നടത്തിയ കുരിശിൻ്റെ വഴിയുടെ അവസാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളായ അഭിഷിക്തരുടെയും സന്യസ്തരുടെയും ആത്മാക്കളുടെ സ്നേഹരാഹിത്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടുകൊണ്ട് ഈശോനാഥൻ പറഞ്ഞു, മഠങ്ങളും ദേവാലയങ്ങളും നശിപ്പിക്കപ്പെടാൻ ഞാൻ അനുവദിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, അങ്ങയെ സ്തുതിക്കുന്ന ധാരാളം ആത്മാക്കൾ മഠങ്ങളിലുണ്ടല്ലോ. കർത്താവ് മറുപടി നൽകി, മഠങ്ങളിൽ എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നതിനാൽ ആ സ്തുതികൾ എൻ്റെ ഹൃദയത്തെ ഏറെ മുറിപ്പെടുത്തുന്നു.
സ്നേഹമില്ലാത്ത ആത്മാക്കൾ, സമർപ്പണമില്ലാത്ത ആത്മാക്കൾ, സ്വാർത്ഥമതികളും സ്വാർത്ഥമോഹികളുമായ ആത്മാക്കൾ, സ്വാർത്ഥമോഹികളുമായ ആത്മാക്കൾ, അഹംഭാവവും അഹങ്കാരവും നിറഞ്ഞ ആത്മാക്കൾ, വഞ്ചനയും കാപട്യവും നിറഞ്ഞ ആത്മാക്കൾ, ജീവിച്ചിരിക്കാൻ മാത്രം ചൂടുള്ള മന്ദോഷ്ണരായ ആത്മാക്കൾ. എൻ്റെ ഹൃദയത്തിന് ഇത് താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ പകർന്നു കൊടുക്കുന്ന കൃപകളെല്ലാം ഒരു പാറയിൽ തട്ടിത്തെറിച്ച് പോകുന്നത് പോലെ അവരിൽ പതിച്ച് പ്രയോജനപ്പെടാതെ നഷ്ടപ്പെട്ടു പോവുകയാണ്. നന്മയോ തിന്മയോ അല്ലാത്തതിനാൽ എനിക്കവരെ സഹിക്കാൻ പറ്റുന്നില്ല. അവർ മാനസാന്തരപ്പെടുകയും അവരുടെ ആദ്യ സ്നേഹത്തിൽ ജ്വലിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാൻ അവരെ ഈ ലോകത്തിൻ്റെ ഭാഗധേയത്തിന് വിട്ടുകൊടുക്കും. ഈ ലോകത്തിൻ്റെ കൈകളിലേക്ക് ഞാൻ അവരെ ഏൽപ്പിക്കും. പള്ളികളും മഠങ്ങളും നശിപ്പിക്കപ്പെടാൻ ഞാൻ ഇടവരുത്തും. ഞാൻ നാശത്തിന് വിട്ടുകൊടുക്കും. എന്താ അതിൻ്റെ ഒരു കാരണം? വിശുദ്ധ ഫൗസ്റ്റീന ചോദിക്കുകയാണ്, എൻ്റെ കർത്താവേ, ഈ ബാറും കള്ളുഷാപ്പല്ല നശിപ്പിക്കേണ്ടത്, പള്ളി മഠം എന്തിനാണ് നശിപ്പിക്കണത്? അവിടെ അങ്ങയെ സ്തുതിക്കുന്ന ആത്മാക്കളുണ്ടല്ലോ കർത്താവേ എന്ന് വിശുദ്ധ ഫൗസ്റ്റീന ചോദിക്കുകയാണ്. അപ്പോഴാണ് വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയണത്, ഫൗസ്റ്റീനെ, സ്തുതികളും ബലികളും പ്രാർത്ഥനകളെല്ലാം ഉയരുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഈ സ്തുതികളും പ്രാർത്ഥനകളും ബലികളും ധൂപാർപ്പണങ്ങളൊക്കെ നടക്കുമ്പം അതിൻ്റെ ഉറവിടമായ ആ ഹൃദയത്തിൽ, ആ മനുഷ്യരിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളിൽ, ഈ ആത്മാക്കളിൽ എന്നോടുള്ള സ്നേഹമല്ല, എന്നെക്കുറിച്ച് ഓർമ്മയില്ല, എന്നോട് സ്നേഹമില്ല. അവിടെ ക്രിസ്മസ് ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്, തിരുനാളുണ്ട്, അവിടെ പള്ളിയുണ്ട്, ഊട്ടുനേർച്ചയുണ്ട്, തിരുനാൾ കുർബാനയുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പുറകിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളിൽ എന്നോടുള്ള സ്നേഹം, സ്വാർത്ഥ സ്നേഹം, സ്വാർത്ഥം, തന്നിഷ്ടം, സുഖലോലുപത, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? പറയാണ്, സ്നേഹമില്ലാത്ത ആത്മാക്കൾ, ഈ സ്തുതികൾ എന്നെ മുറിപ്പെടുത്തുന്നു. എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട ഹൃദയങ്ങൾ. അപ്പോൾ ഈശോയുള്ള സ്നേഹം നഷ്ടപ്പെട്ട പിന്നെ ആ സ്നേഹം എവിടെ പോയി? ആ സ്നേഹം തന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുകയാണ്. ദൈവമല്ല, തന്നെ. അപ്പം നമ്മളാണ് സെൻറ്റർ. നമ്മളെവിടെ ചെന്നാലും അതാണ് പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൽ ഇത് മുറിപ്പെടുത്തുന്നു. സ്നേഹമില്ലാത്ത ആത്മാക്കൾ, അതാണ് ഈശോയെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്. സ്നേഹമില്ല, ചടങ്ങുകളുണ്ട്, സ്നേഹമില്ല, ശുശ്രൂഷകളുണ്ട്. സ്നേഹമില്ലാത്ത ആത്മാക്കൾ, സമർപ്പണമില്ലാത്ത ആത്മാക്കൾ പറഞ്ഞ അഹങ്കാരം, അഹംഭാവം, ഇതെല്ലാം ഈ ദിവസങ്ങൾ കണ്ട എല്ലാം ഓർത്തോ. അഹങ്കാരം എല്ലാം പറഞ്ഞിട്ട് പറയാണ്, സ്വാർത്ഥമോഹവും സ്വാർത്ഥമോഹികളും സ്വാർത്ഥമതികളുമായ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ തന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുന്ന ആൾ. അപ്പോൾ ഈശോയോട് സ്നേഹമില്ല. ഈശോ പിന്നെ ആ ഈശോയോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ അത് ആ ഹോൾ ലൈഫ് പിന്നെ കറങ്ങണത് ആർക്ക് ചുറ്റിലുമായിരിക്കും? തന്നോട് തന്നെയുള്ള സ്നേഹത്തിൻ്റെ ബലിയാത്മാക്കളായിട്ട് ഇങ്ങനെ കറങ്ങുക. ഇവിടെ ഇപ്പം മഠങ്ങളുടെ പേരും പള്ളികളുടെ പേരും വന്നുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് വിട്. അതിന് പകരം ക്രിസ്തീയ ലോകത്തെ മുഴുവൻ അങ്ങ് എടുത്തു നോക്കിക്കേ. നമ്മളൊരു ഞായറാഴ്ച പള്ളി വരുന്ന ആത്മാക്കളുടെ ആത്മീയ സ്ഥിതി നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ സ്ഥിതി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ജീവിതം മുഴുവനും നമ്മുടെ 24 മണിക്കൂർ എന്തിനെ ബേസ് ചെയ്താണ് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ നമുക്ക് തന്നെ ചുറ്റിനും വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്? നമ്മുടെ സുഖവും നമുക്കുള്ള മായാസ്തുതികളുമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുമ്പോൾ പോലും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ തിരുഹിതം അനുസരിച്ചിട്ടായി ഒരു മരുഭൂമി അനുഭവമാണെങ്കിൽ നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അനുഭവം കിട്ടുന്നില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയില്ല, തന്നെ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയില്ല പ്രാർത്ഥിക്കാൻ പോലും പോകുന്നത്. അനുഭവം വേണം, അനുഭൂതികൾ വേണം, പ്രാർത്ഥിച്ച ഉടനെ റിസൾട്ട് കാണണം.
എൻ്റെ കർത്താവിന് കരുണ തോന്നുവോളം ഞാൻ അവിടുത്തെ തന്നെ നോക്കിയിരിക്കും എന്ന് പറയാൻ ദൈവത്തെ സ്നേഹിക്കുന്നൊരു ഹൃദയം അവിടെ ഇല്ല. തന്നെ തന്നെ സ്നേഹിക്കുന്ന ഹൃദയമായിട്ടാണ് പ്രാർത്ഥിക്കാൻ പോണത്. എന്നിട്ട് തന്നിഷ്ടം നടന്നില്ലെങ്കിൽ അവിടെ കടന്ന് ഷൗട്ട് ചെയ്യാണ്, പൊട്ടിത്തെറിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മാവിൻ്റെ യാത്ര ചിന്തിക്കണം. ലൊറൻസോ സ്കൂപ്പോളി എന്ന് പറഞ്ഞ ആ ഒരു ആത്മീയ നേതാവ് അദൃശ്യ പോരാട്ടം എന്ന പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഒരാൾ നന്നായി സ്വയം സൂക്ഷിക്കുന്നില്ലെങ്കിൽ കർത്താവിനെ പ്രീതിപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യവുമായി അയാൾ ചില പ്രവർത്തികൾ ആരംഭിക്കുകയും, ചിലപ്പോൾ ശുശ്രൂഷകളായിരിക്കും, ചിലപ്പോൾ ചില സൽകൃത്യങ്ങളായിരിക്കും, ദാനധർമ്മങ്ങളായിരിക്കും, പരോപകാര പ്രവർത്തനങ്ങളായിരിക്കും, ചിലപ്പോൾ കുരിശിൻ്റെ വഴിയായിരിക്കും, ആത്മീയ കാര്യമായിരിക്കും, പ്രാർത്ഥനയായിരിക്കും, എന്തുമാകട്ടെ, കർത്താവിനെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അയാൾ ചില പ്രവർത്തികൾ ആരംഭിക്കുകയും സാവകാശം അതിൽ ഒരു സ്വാർത്ഥത വളരുകയും അങ്ങനെ അത് അയാളുടെ വ്യക്തിപരമായ സംതൃപ്തിയുടെ ഒന്നായി മാറുകയും അതിലൂടെ ദൈവഹിതം സാവകാശം പൂർണ്ണമായും വിസ്മരിക്കപ്പെടുകയും ചെയ്യും. ദൈവഹിതം അങ്ങോട്ട് വിസ്മരിക്കും. പിന്നെ നമ്മുടെ തന്നെ സംതൃപ്തിയാണ്. ദൈവഹിതം ഒരു വിഷയമല്ല, നമ്മുടെ തന്നെ. നിങ്ങൾ ഓരോരുത്തർ ശരിക്കും സിൻസിയറായിട്ടൊന്ന് ആത്മപരിശോധന നടത്തിക്കേ. നമ്മൾ ഉപവാസം എടുക്കുമ്പോഴും നമ്മൾ കുരിശിൻ്റെ വഴി നടത്തുമ്പോഴും നമ്മൾ ദൈവം അനുവദിച്ചത് സംഭവിച്ച് നിറവേറി ദൈവത്തിന് സ്തുതി, ദൈവത്തെ പ്രതി സ്തുതിക്കുന്നൊരു ഹൃദയം രൂപപ്പെടുന്നുണ്ടോ? ദൈവത്തെ പ്രതി സ്നേഹിക്കുന്നൊരു ഹൃദയം, ഒരു മനസ്സ് രൂപപ്പെടുന്നുണ്ടോ? ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, തുടക്കത്തിൽ വായിച്ചു നോക്കിയേ. ഒരാൾ നന്നായി സ്വയം ശരിക്കും വിജിലൻ്റ് അല്ലെങ്കിൽ കർത്താവിനെ പ്രീതിപ്പെടുത്തുക എന്ന ലക്ഷ്യമായി പുറപ്പെട്ട് സാവകാശം ഒരു സ്വാർത്ഥതയിൽ ചെന്നെത്തി അത് അങ്ങനെ അയാളുടെ വ്യക്തിപരമായ സംതൃപ്തിയുടെ ഒന്നായി മാറുകയും അതിലൂടെ ദൈവഗത സാവകാശം വിസ്മരിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അയാൾ ജോലിയുടെ സംതൃപ്തിയിൽ മാത്രം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരാത്മാവായി മാറും. ജോലിയുടെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ശുശ്രൂഷയുടെ കാര്യം, അപ്പോൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നല്ല ശുശ്രൂഷ ചെയ്ത സംതൃപ്തി ഒരു ഇതായി, നന്നായി ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ ഇച്ഛാഭംഗമായി, നിരാശയായി. എന്താണ്? ദൈവം അനുവദിച്ചത് ഒരു പക്ഷേ അങ്ങനെ നമ്മൾ ശുശ്രൂഷ പരാജയപ്പെടാനാണ് ദൈവത്തിന് ഹിതമെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ആകെ ഇച്ഛാഭംഗപ്പെട്ട് ടെൻഷനായി, നിരാശ, വിഷമായി, നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ചുറ്റും കിടന്ന് കറങ്ങി. നമ്മുടെ സംതൃപ്തിയാണ് അവിടെ. എന്താ പറയുക, ജോബ് സാറ്റിസ്ഫാക്ഷൻ പോലെയാണ് ഇപ്പോൾ ഇതെല്ലാം. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ധ്യാനം കൂടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ. ധ്യാനം കൂടിയപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ എന്തായി? എല്ലാം നഷ്ടപ്പെട്ട പോലെയായി. ദൈവഹിതം എന്താണെന്ന് ആരായുന്നില്ല, ദൈവഹിതം എന്താണെന്ന് അന്വേഷിക്കുന്നില്ല. ഭാര്യയും ഭർത്താവും നില കുടുംബജീവിതം നയിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇഷ്ടങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ പിന്നെ അത് അവിടെ നിരാശയായി, അവിടെ കാത്തിരിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വേർപ്പെടുത്താനുള്ള ചിന്തകളായി. എന്താണ്? ദൈവഹിതം അന്വേഷിക്കുന്നില്ല. ദൈവത്തെ കേന്ദ്രീകരിച്ച് ദൈവത്തിന് ചുറ്റുമല്ല നമ്മുടെ ജീവിതം വലയം ചെയ്യുന്നത്. നമ്മുടെ തന്നെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ചുറ്റിലും നമ്മുടെ ജീവിതം ഒന്ന് വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഴിയാന വലിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തിരിക്കുന്നത് മാതിരിയാണ്. ആ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ആ വലയത്തിനുള്ളിൽ വരുന്നവരൊക്കെ അങ്ങോട്ട് വീണോളും, അല്ലാത്തവരൊന്നും ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഈ ലോറൻസ് സ്കൂപ്പോളി എന്ന് പറഞ്ഞ ഈ ആത്മീയ പണ്ഡിതൻ പറയണത്, അയാൾ സ്വന്തം സംതൃപ്തിയിൽ ബന്ധിതനാവുന്നു. ഇതിൽ നിന്നും ദൈവം തന്നെ അയാളെ ഏതെങ്കിലും വിധത്തിൽ ചില രോഗങ്ങൾ മൂലമോ മനുഷ്യരിൽ നിന്നോ പിശാചുകളിൽ നിന്നുള്ള പ്രലോഭനങ്ങൾ വഴിയോ മറ്റ് ഏതെങ്കിലും മാർഗത്തിലൂടെയോ തടസ്സപ്പെടുത്തിയാൽ പോലും അയാളിൽ അമർഷം പുകയാൻ തുടങ്ങും. അമർഷത്തോടെ അയാൾ പറയും, ദൈവം, ഞാൻ മര്യാദയ്ക്ക് പോകുമായിരുന്നു, ദൈവം ഇപ്പം എന്നെ ബുദ്ധിമുട്ടിക്കുകയാണെന്നുള്ള ആ ഒരു സ്വഭാവമാണ്. താൻ അത്രയേറെ സ്നേഹിക്കുന്ന ജോലിയിൽ ഇടപെട്ടതിന് മറ്റുള്ളവരെ അദ്ദേഹം കുറ്റപ്പെടുത്താൻ തുടങ്ങും. ചിലപ്പോൾ ദൈവത്തിനെതിരെ കൂടി പിറുപിറുക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനോഭാവം ദൈവത്തിൽ നിന്നും വന്നതല്ല, പിന്നെയോ സ്വാർത്ഥ സ്നേഹത്തിൻ്റെ അഴുകിയതും അപജയിച്ചതുമായ വേരിൽ നിന്നും വന്നതാണ് എന്നതിൻ്റെ ഉറപ്പുള്ള അടയാളമാണിതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവഹിതമല്ല, നമ്മുടെ തന്നെ സ്വാർത്ഥതയുടെ പൂർത്തീകരണമാണ് നമ്മൾ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും
ശുശ്രൂഷാ ജീവിതത്തിലാണെങ്കിലും, പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിലും, സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും, ആത്മീയ ജീവിതത്തിലാണെങ്കിലും, തിരുസഭാ ജീവിതത്തിലാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. നമുക്കിഷ്ടപ്പെടാത്തൊരു അച്ഛൻ വന്നാൽ ഉടനെ നമ്മൾ ആകെ വയലൻ്റായി. നമുക്കിഷ്ടപ്പെടാത്തൊരു പെരുമാറ്റം വന്നാൽ ഉടനെ ദൈവം അനുവദിച്ചതാണെന്ന് ആ ദൈവചിന്തയിൽ ദൈവത്തെ കേന്ദ്രീകരിച്ചത് എടുക്കാൻ പറ്റുമോ? കാറ്റ് വന്നാലും, മഴ വന്നാലും, വെയിൽ വന്നാലും, തണുപ്പ് വന്നാലും, വെള്ളം വന്നാലും, വരൾച്ച വന്നാലും എല്ലാം അങ്ങനെ തന്നെ. അവനവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടന്നില്ലെങ്കിൽ വയലൻ്റാവും. വൂണ്ടഡ് ബീസ്റ്റ് പോലെയായി മാറും. വിശുദ്ധ കാസിയാൻ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, താൻ വലിയൊരു പാപിയാണെന്ന് എപ്പോഴും പരാതിപ്പെടുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഭൂമിയിൽ താൻ ജീവിച്ചിരിക്കുന്നതിന് പോലും അർഹതയില്ലെന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു നല്ല സന്യാസി എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ദൈവമേ നീച പാപിയാണ്, ഒന്നും അങ്ങയുടെ സന്നിധി വരാൻ പോലും യോഗ്യതയില്ല, നോക്കാൻ പോലും യോഗ്യതയില്ല, ഞാൻ മഹാപാപിയാണ്, ഞാൻ അനർഹനാണ്, ഞാൻ നിർഭാഗ്യ പാപിയാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഒരിക്കൽ തീർച്ചപ്പെടുത്തിയ ഒരു തെറ്റിന്, തീർച്ചപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്തു, ആബട്ട് അല്ലെങ്കിൽ ആ സന്യാസാശ്രമത്തിൻ്റെ അധിപൻ എല്ലാം പല ആളുകളിൽ നിന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി അദ്ദേഹം തന്നെ നിരീക്ഷിച്ച് കൺഫേംഡ് ആയ ശേഷം ആ തെറ്റ് തിരുത്താൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു. ഒരിക്കൽ തീർച്ചപ്പെടുത്തിയ ഒരു തെറ്റിന് ആബട്ടായിരുന്ന സെറാപ്പിയോൻ ഈ സന്യാസിയെ തിരുത്തി. അപ്പോഴല്ലേ വിവരം മനസ്സിലാകുന്നത്. അവിടുത്തെ നിയമപ്രകാരം തൻ്റെ സ്വന്തം മുറിയിൽ വ്യാപൃതനായിരിക്കേണ്ടതിന് പകരം മറ്റ് സന്യാസികളുടെ മുറിയിൽ അദ്ദേഹം ചെല്ലാറുണ്ടായിരുന്ന തെറ്റും അതിൽ ഉൾപ്പെട്ടിരുന്നു. തെറ്റ് ചൂണ്ടിക്കാണിച്ച് തിരുത്തപ്പെട്ടപ്പോൾ ആ സന്യാസി പെട്ടെന്ന് ഇളകി വശായി. അസ്വസ്ഥപ്പെട്ട അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ള മുഴുവൻ ബാഹ്യമായി വെളിപ്പെടുത്തും വിധം അദ്ദേഹം ക്ഷോഭിച്ചു, വയലൻ്റായി. എന്താ പറയുന്നത്, വയലൻ്റായി. ഒരു വെടികൊണ്ട പന്നിയെ പോലെ എന്ന പോലെ ഒരു ശരിക്കും അങ്ങോട്ട് കൺട്രോൾ വിട്ടുപോയി, വയലൻ്റായി. കാരണം എന്നെ തിരുത്തി, ഞാൻ അത്രയും നന്നായിട്ട് പ്രാർത്ഥിച്ചു, അത്രയും എളിമയുള്ള എന്നെ എന്തിനു തിരുത്തണമെന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം വയലൻ്റായി, അദ്ദേഹത്തെ തിരുത്തി, അദ്ദേഹത്തിന് ശാസനം കിട്ടി. എന്തോ ഭയങ്കര ആകാശം ഇടിഞ്ഞു പോകുന്ന പോലെ ഒരു അദ്ദേഹം ആകെ വയലൻ്റായി. അദ്ദേഹത്തിൻ്റെ സമനില നഷ്ടപ്പെട്ടു. അപ്പോൾ ആബട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മകനെ, ഈ സമയം വരെ നീ പ്രഖ്യാപിച്ചിരുന്നത് നിന്ദയല്ലാതെ മറ്റൊന്നും നീ അർഹിക്കുന്നില്ല എന്നല്ലേ? എന്നാൽ ഇപ്പോൾ പരോപകാരത്തിൻ്റെ ഒരു വാക്ക് ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നീ ഇത്രയ്ക്കും കോപാകുലനാകുന്നത്? വിനയാന്യതനെന്ന് ആദരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ധാരാളം പേർക്ക് ഇത് തന്നെ സംഭവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പുണ്യമൊക്കെ എന്താണ്, അവനവനെ തന്നെ അത് മായാസ്തുതിക്കുള്ളൊരു ഒരു ഇതാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വാർത്ഥ സ്നേഹവും മായാസ്തുതിയും തന്നെ അത് അവനവൻ്റെ ഇഷ്ടം എവിടെയെങ്കിലും ഹനിക്കപ്പെട്ടാൽ പിന്നെ പ്രാർത്ഥനയില്ല, ദൈവഭയവുമില്ല, ദൈവവിചാരവുമില്ല, ദൈവവുമില്ല, ഭക്തിയില്ല, ആത്മീയതയില്ല. ഇത് ആ സന്യാസിയുടെ കാര്യം നമുക്കൊരു ഗുണപാഠമായി കർത്താവ് ചരിത്രത്തിൽ സംഭവിക്കാൻ ഇടവരുത്തിയെന്നേ ഉള്ളൂ. നമ്മളാ സന്യാസീനെ വിലയിരുത്താൻ വിധിക്കാനിപ്പോൾ തുനിയരുത്, മുതിരണ്ട. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വ്യാപാരങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. വിശുദ്ധ ബെർണാർഡ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തുള്ള സ്വഭാവത്തെക്കുറിച്ച്. എളിമ നടിച്ച് അഭിനന്ദനം അന്വേഷിക്കുന്നത് എളിമയല്ല, മറിച്ച് എളിമയുടെ നാശമാണ് അവിടെ സംഭവിക്കുന്നത്. വിനയ സ്വഭാവത്തിൽ നിന്നും പുകഴ്ച തേടുന്നവർ വിനയാന്യതനെന്ന ബഹുമതിയോടുള്ള ആഗ്രഹത്താൽ അഹങ്കാരത്തിന് കഞ്ഞിവെക്കുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ്. ഇവിടെ ആവി പിടിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഔഷധം കൊടുക്കുന്നതിന് തുല്യം ആ ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചെന്നുള്ളൂ. അഹങ്കാരത്തെ ഫീഡ് ചെയ്യാണ് ചെയ്യണത്. എന്താ ഇതിൻ്റെയൊക്കെ ചുറ്റും അവനവൻ കേന്ദ്രമായിട്ട് ഇങ്ങനെ ജീവിതം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് യജമാനൻ? ദൈവമാണോ അതോ നാം തന്നെയാണോ നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനൻ? ആർക്കു ചുറ്റുമാണ് നമ്മുടെ ജീവിതം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ആർക്കു ചുറ്റുമാണ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ സന്തോഷം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ആരുടെ ഇഷ്ടങ്ങൾ നിറവേറുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ ആനന്ദവും ആഹ്ലാദവും അലതെല്ലാം തുടങ്ങുന്നത്? ആര് മുറിപ്പെടുമ്പോഴാണ്, ആര് വേദനിക്കുമ്പോഴാണ് എനിക്ക് വേദന ഉണ്ടാകുന്നത്? എൻ്റെ ഇഷ്ടങ്ങൾ മുറിപ്പെടുമ്പോഴാണോ, ദൈവ ഇഷ്ടങ്ങൾ നിറവേറാതെ വരുമ്പോഴാണോ എനിക്ക് വേദനയുണ്ടാകുന്നത്? അവനവൻ്റെ സ്വാർത്ഥത തന്നെ അവനവൻ്റെ ദൈവം, അവനവൻ്റെ സ്വാർത്ഥത തന്നെയാണ് നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം
23 മുതൽ 25 വരെ വാക്യങ്ങൾ. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷി അവൻ ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിയുന്നു. യെസ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പേർ, വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ പിന്നാലെ വന്നു. പക്ഷേ വചനം വെളിപ്പെടുത്തുകയാണ്, യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. ഹി ഡിഡ്ന്റ് കൗണ്ട് ദം. അവരെ യേശു കാര്യമായിട്ട് എണ്ണിയില്ല. ഇന്ന് എന്നെയും നിങ്ങളെയും കർത്താവ് അംഗീകരിക്കുന്നുണ്ടോ? എൻ്റെ നിങ്ങളുടെ ഹൃദയം അറിയുന്ന കർത്താവ് എനിക്ക് നിങ്ങൾക്ക് എന്താണ്, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് എന്താണ് എഴുതാൻ പോകുന്നത്? എന്താണ് എൻ്റെ കർത്താവ് എന്നെ നിങ്ങളുടെ ശുശ്രൂഷകളെക്കുറിച്ച് ചിന്തിക്കുന്നത്? എൻ്റെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം നന്നായിട്ട് ലോകത്തിൻ്റെ ഈ ഒരു ട്രെൻഡ്, ലോകത്തിൻ്റെ ഒരു സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഓഫ് ദിസ് വേൾഡ്, അതിൻ്റെ ഒരു ആധിപത്യത്തിൽ നമ്മുടെ ആത്മാക്കളെ മോചിപ്പിച്ച് കർത്താവിനെ റിയലായി സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ കർത്താവിന് സമർപ്പിക്കാം. ഇന്ന് 12-ാം ദിവസം സമാപനമായതുകൊണ്ട് ഒരു ചെറിയ സന്ദേശം കൂടി ഇതിനോട് ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്ന ഒരു എക്സോട്ടേഷനിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഗൗദാത്തെ എത്ത് എക്സുൽത്താത്തെ നമ്പർ 60, 60-ാമത്തെ പാരഗ്രാഫ്. ഗൗദാത്തെ എത്ത് എക്സുൽത്താത്തെ നമ്പർ 60. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: To avoid this, we do well to keep reminding ourselves that there is a hierarchy of virtues that bids us to seek what is essential. എന്ന് പറഞ്ഞാൽ ഈ സുഹൃതങ്ങളിൽ ഒരു ഹൈറാർക്കി ഉണ്ട്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വിശ്വാസമുണ്ട്, ശരണമുണ്ട്, ഉപവിയുണ്ട്, അനേകം പുണ്യങ്ങളുണ്ട്. ആ പുണ്യങ്ങളിൽ അതിനൊരു ഹൈറാർക്കി ഉണ്ട്. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്താ? മുതിർന്നത്, പ്രധാനപ്പെട്ടത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തെന്ന് പറഞ്ഞാൽ ഒരു മൂല്യശ്രേണി, ഒരു ഹൈറാർക്കി ഉണ്ട്. എന്നിട്ട് പറയാണ്, അറ്റ് ദ സെൻറ്റർ ഈസ് ചാരിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ പുണ്യങ്ങളുടെയും രാജ്ഞിയായിരിക്കുന്നത് സ്നേഹമാണ്. സ്നേഹം. നമ്മൾ ഈ പുണ്യങ്ങളും ഈ താപസ ജീവിതവും ഈ പുണ്യങ്ങളും ഇതെല്ലാം നമ്മൾ കേട്ട മുഴുവൻ കാര്യങ്ങൾ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ച് ചെയ്താലും അറ്റ് ദ സെൻറ്റർ ഈസ് ചാരിറ്റി. സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 1 കൊറിന്തോസ് 13-ാം അധ്യായം 1 തൊട്ട് 3 വരെ തിരുലിഖിതങ്ങൾ. 1 Corinthians chapter 13 verses 1 to 3. അവിടെ ദൈവത്തിൻ്റെ വചനം ഓരോ തലമുറകളിലും പെട്ട ദൈവജനത്തിന് വേണ്ടി വളരെ വ്യക്തമായി ദൈവിക സന്ദേശം അങ്ങനെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അതായത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊറിന്തിലെ സഭയിൽ ഒരുപാട് പേര്, ഒരുപാട് ഇങ്ങനെ താപസ ജീവിതം നയിക്കുന്നവർ, എളിമയുള്ളവർ, വിനയമുള്ളവർ, വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞവർ, പ്രാർത്ഥന വരമുള്ളവർ, ദർശനവരമുള്ളവർ, ശുശ്രൂഷ വരമുള്ളവർ, പരിശുദ്ധാത്മ കൊണ്ട് നിറഞ്ഞവർ, ഭാവി പ്രവചിക്കുന്നവർ, ഇങ്ങനെ ഒത്തിരി കൃപാവരങ്ങളാൽ നിറഞ്ഞ മനുഷ്യരുണ്ടായിരുന്നു. ഇങ്ങനെ നിറഞ്ഞ മനുഷ്യരുണ്ടെങ്കിലും അവിടെ കലഹവും തമ്മിൽ സ്പർദ്ധയും അകൽച്ചയൊക്കെ ധാരാളം ഉണ്ടായിരുന്നൊരു സഭാ സമൂഹമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് ശ്ലീഹായിലോട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? 1-ാമത്തെ വാക്യം വായിച്ചു നോക്കിയാൽ 13:1. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ മാലാഖമാരുടെ ഭാഷയിലാണ്. ഞാൻ മുഴുവൻ ഭാഷാവാരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും മാലാഖമാരോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും സ്വർഗത്തിലാണ് ഞാൻ എല്ലാം എൻ്റെ ആത്മാവൊക്കെ സ്ഥിതി ചെയ്യുന്നത്. വല്ലപ്പോഴും ഭൂമിയിൽ ഇങ്ങനെ പക്ഷേ അതങ്ങനെയൊക്കെ എന്തൊക്കെ ടോപ്പാണെങ്കിലും ശരി, സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമാണ്. ആക്രിക്കടയിലുണ്ടാകുന്ന സ്വരം, ആ വേസ്റ്റ് പാത്രങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ സ്വരം പോലെ വിലകെട്ട സ്വരമാണെന്ന് പറയണത്. നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഈ സ്വരങ്ങളെല്ലാം തന്നെ വേസ്റ്റ് പാത്രങ്ങൾ കൂട്ടിയിടുന്ന സമയത്തുണ്ടാകുന്ന അർത്ഥശൂന്യമായ സ്വരം പോലെയാണത്.
വിലയില്ല. തുപ്പൽ, നമ്മൾ തുപ്പിക്കളയുന്ന തുപ്പലിന് സദൃശം, വിലയില്ല. അടുത്തത് രണ്ടാമത് 1 കൊരിന്തോസ് 13:2. അവിടെ വീണ്ടും കാണുക, എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. 0, വട്ടപൂജ്യം. മലകളെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ അട്ടപ്പാടിയിലൊരു വലിയ മലയുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നിന്നിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ഇങ്ങനെ വരണ സമയത്ത് ഞാൻ പറയുകയാണ്, ഈ മല ദയവ് ചെയ്ത് ഇപ്പോൾ പോയി അറബിക്കടലിൽ ഇരിക്കട്ടെ ഒരു 7 ദിവസത്തേന്, 7 ദിവസം കഴിയുമ്പോൾ മല തിരിച്ചു ഇവിടെ വന്നിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുന്ന ഒരു വിശ്വാസ പവർ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ എന്തൊരു ഒരു 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 സംഭവമാണത്. ഒരു മലയോട് പറയുമ്പോൾ മല പതുക്കെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നീങ്ങി പോയിട്ട് ഇപ്പം നമ്മൾ പറയണ സ്ഥലത്ത് പോയിരിക്കുക. അത്രയും ടോപ്പായ ഒരു ആത്മീയ മനുഷ്യനാണെങ്കിലും ശരി, വിശ്വാസ വീരനാണെങ്കിലും ശരി, സ്പിരിച്വൽ പവറുള്ള മനുഷ്യനാണെങ്കിലും ശരി, ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണെങ്കിലും ശരി, ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തമായി പഠിപ്പിക്കുകയാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? സ്നേഹമില്ലെങ്കിൽ മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും സകല പ്രവചനപരങ്ങൾ ഉണ്ടായിരിക്കുകയും എല്ലാ രഹസ്യങ്ങളും ഗ്രഹിക്കുന്ന സ്വർഗത്തിലെ മുഴുവൻ രഹസ്യങ്ങളും അറിയാം, എല്ലാ മിസ്റ്ററികളും അറിയാം. എങ്കിലും സ്നേഹമില്ലെങ്കിൽ വട്ടപൂജ്യം. സ്നേഹമില്ലെങ്കിൽ വട്ടപൂജ്യം, ഒന്നുമല്ല, 0. 1 കൊരിന്തോസ് 13:3 വാക്യം. 1 കൊരിന്തോസ് 13:3. വീണ്ടും സ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം മുഴുവൻ ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരാൾ തൻ്റെ ശരീരം മുഴുവൻ ഒരു പ്രാശ്ചിത്തമായിട്ട് ഉമിത്തിക്കകത്തിട്ട് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നിഗ്രഹിക്കുകയാണ്. നമ്മൾ കോപത്തെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ബലിയായി തീർന്നു. അങ്ങനെ ഒരു തീക്കകത്തൊരു ശരീരം ദഹിപ്പിക്കാൻ തക്കവണ്ണം അദ്ദേഹം ശരീരത്തെ ത്യജിച്ചു, ഇഷ്ടങ്ങൾ ത്യജിച്ചു, സ്വന്തം താല്പര്യങ്ങൾ ത്യജിച്ചു, സ്വന്തം സുഖങ്ങൾ ത്യജിച്ചു, വേദന സ്വീകരിച്ചു. ഇതൊക്കെ ടോപ്പാണ്. പക്ഷെ എന്തായാലും ശരി, അടുത്ത ആളോട് സ്നേഹമില്ല. സ്നേഹമില്ലെങ്കിലോ 1 കൊരിന്തോസ് 13 പഠിപ്പിക്കുകയാണ്, സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനം, യൂസ്ലെസ്. ഈ പ്രാർത്ഥന ഇതെല്ലാം യൂസ്ലെസ്. എനിക്ക് ഒരു പ്രയോജനവുമില്ല. ദൈവസന്നിധി ചെല്ലുമ്പോൾ ഒരു പ്രയോജനവുമില്ല. കൊരിന്തോസ് 13:13 വാക്യം. വിശ്വാസം, ശരണം, സ്നേഹം, ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃതങ്ങളുണ്ട്, ഒരുപാട് പുണ്യങ്ങൾ, അസംഖ്യം പുണ്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിൽ ദൈവിക പുണ്യങ്ങൾ തന്നെ 3 ഉണ്ട്, വിശ്വാസ, ശരണ, ഉപവി. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം, സർവത്തിലും ടോപ്പ്. പുണ്യങ്ങളുടെ എല്ലാ പുണ്യങ്ങളുടെ രാജ്ഞിയാണ് സ്നേഹം. അപ്പോൾ നമ്മളിതെല്ലാം ഞാൻ നിങ്ങൾ പ്രത്യേകത പറയാൻ കാരണം, ഈ 12 ദിവസങ്ങൾ നമ്മൾ കേട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കംപ്ലീറ്റ് അങ്ങോട്ട് മുഴുവൻ പ്രാക്ടീസ് ചെയ്യായിരിക്കും. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം, സത്യത്തിൽ സ്നേഹം വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. സ്നേഹം കൂടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ ട്രാക്കിലാണ്. നിങ്ങളിന്ന് സ്നേഹം കുറഞ്ഞ് ഒരു പ്രത്യേക ഒരു ആത്മീയ അഹങ്കാരമാണ് വർദ്ധിച്ചു വരുന്നതെങ്കിൽ നിങ്ങളെ പിശാച് തട്ടിക്കുകയാണ്, നിങ്ങൾ പിശാച് പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കോ. നമ്മുടെ ഈ പുണ്യാഭ്യാസങ്ങൾ, നമ്മുടെ ഈ പരിസരങ്ങൾ വഴി ആത്മീയ അഹങ്കാരം അല്ല വർദ്ധിക്കേണ്ടത്. സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ അഹങ്കാരം അല്ല വർദ്ധിക്കേണ്ടത്. തമ്മിൽ എളിമ, സ്നേഹം. ഏത് പ്രവൃത്തി കണ്ടാലും കർത്താവ് ആദ്യം നോക്കണത് സ്നേഹമുണ്ടോ എന്ന് നോക്കും. ഒന്നാമതായി ദൈവത്തോട് സ്നേഹമുണ്ടോ, രണ്ടാമതായി സഹോദരങ്ങളോട് സ്നേഹമുണ്ടോ, ഈ 2 കാര്യം നോക്കും. ഇന്നത്തെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത് ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ട് തന്നോട് തന്നെയുള്ള സ്നേഹത്തിന് ചുറ്റും കറങ്ങുന്ന ആത്മീയ ജീവിതത്തെക്കുറിച്ചാണ് ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവത്തോട് സ്നേഹം പോലെ സഹോദരങ്ങളോടുള്ള സ്നേഹം. ഈ 2 കാര്യം, സ്നേഹമുണ്ടോ, എപ്പോഴും ദൈവം നോക്കേണ്ടത് സ്നേഹമുണ്ടോ, ഈ പ്രവൃത്തി എത്രമാത്രം സ്നേഹമുണ്ട്, ഇതാണ് കർത്താവ്. ഈ പ്രാർത്ഥന എത്രമാത്രം സ്നേഹമുണ്ട്, ഈ തീരുമാനത്തിൽ എത്രമാത്രം സ്നേഹമുണ്ട്, ഈ നിയമത്തിൽ എത്രമാത്രം സ്നേഹമുണ്ട്, ഈ വ്യവസ്ഥിതിയിൽ എത്രമാത്രം സ്നേഹമുണ്ട്, ഈ ഇടവകയിൽ എത്രമാത്രം സ്നേഹമുണ്ട്, ഈ കുടുംബത്തിൽ എത്രമാത്രം സ്നേഹമുണ്ട്,
ഈ ഹൃദയത്തിൽ എത്രമാത്രം ആ സ്നേഹത്തിൻ്റെ തൂക്കമേ ഉള്ളൂ എന്ന് മനസ്സിലായിക്കോ. നമ്മൾ ആ പരിശുദ്ധ കുർബാന വെച്ച് നമ്മൾ ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വിശ്വാസ പ്രമാണം ബോധ്യത്തോടെ ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും ഭക്തിപൂർവ്വം ഇപ്പോൾ രണ്ട് കരങ്ങളും ഒന്ന് അങ്ങനെ വിരിച്ചു പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വിശ്വാസ സത്യങ്ങളും ഏറ്റുപറയുമ്പോൾ ദൈവീകമായൊരു അനോയിൻറ്റിങ് നമ്മുടെ മേൽ നിറയും. അപ്പം നമ്മൾ നമ്മുടെ സ്വയം സ്നേഹത്തെ, പ്രത്യേകിച്ച് സ്വാർത്ഥ സ്നേഹത്തെയും മായാസ്തുതിയുടെ പിന്നാലെയുള്ള ജീവിതത്തെ കർത്താവിൻ്റെ പാദങ്ങളിലേക്ക് സറണ്ടർ ചെയ്യുകയാണ്. സ്നേഹരഹിതമായ സ്വഭാവത്തെ സറണ്ടർ ചെയ്യുകയാണ്. ഹൃദയ കാഠിന്യത്തെ സറണ്ടർ ചെയ്യുകയാണ്. എന്നിട്ട് കർത്താവെ, എൻ്റെ ജീവിതം മുഴുവനും, എൻ്റെ മുഴുവൻ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയം മുഴുവനും ഞാൻ സമർപ്പിക്കുന്നു. ഈ ലോകാരുവിയെ, ലോകത്തിൻ്റെ മായാസ്തുതികളും ലോകത്തിൻ്റെ സുഖസന്തോഷങ്ങളും ലോകത്തിൻ്റെ ആരവങ്ങളും ആർഭാടങ്ങളും ഇതൊന്നുമല്ല. എനിക്ക് അങ്ങയെ വേണം, എനിക്ക് അങ്ങയെ വേണം, എനിക്ക് അങ്ങയെ വേണം. എൻ്റെ ദൈവത്തിന് മാത്രമേ എൻ്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയൂ. എനിക്ക് എൻ്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തണം. ഈ ഒരു ജീവിതം എനിക്ക് വേണം. അതെനിക്ക് വരദാനമായെങ്കിലും അങ്ങ് തരണം. എനിക്ക് അസാധ്യമെങ്കിലും അങ്ങ് കൃപയായിട്ട് എനിക്കത് തരണം. അങ്ങനെ ആഗ്രഹിച്ച് നമുക്ക് കൈകൾ വിരിച്ചു പിടിച്ച് വിശ്വാസ പ്രമാണം ഉച്ചത്തിൽ ചെല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവിനെ അയക്കണമേ. അകതാരിക ഒരുങ്ങി ആത്മാവിനെ അയക്കണമേ. അകതാരിക ഒരുങ്ങി വൻകൃപകൾ ചൊരിയണമേ. അഭിഷേകം ചെയ്യണമേ.
എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ ലുത്തിനിയ ജപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, സർവശക്തനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെ അനാദിയായ പുത്രനും ലോകരക്ഷകനുമായ യേശുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പിതാവിന്റെയും പുത്രന്റെയും അമേയമായ ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ, പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണമേ, പിതാവിന്റെ വാഗ്ദാനമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ പ്രകാശത്തിന്റെ കതിരേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ നന്മകളുടെയും കാരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ നീരുറവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദഹിപ്പിക്കുന്ന അഗ്നിയേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആർദ്രമായ സ്നേഹമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആത്മീയ അഭിഷേകമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അരൂപിയേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജ്ഞാനത്തിന്റെയും ബുദ്ധിയുടെയും അരൂപിയേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സതുപദേശത്തിന്റെയും ആത്മശക്തിയുടെയും അരൂപിയേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അറിവിന്റെയും ഭക്തിയുടെയും അരൂപിയേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനത്തിന്റെയും ശാന്തതയുടെയും അരൂപിയേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിനയത്തിന്റെയും നിഷ്കളങ്കതയുടെയും അരൂപിയേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കുന്ന ആത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, തിരുസഭയെ ഭരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാരൂപിയേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അരൂപിയേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ദൈവമക്കളുടെ പുത്രസ്വീകാര്യത്തിന്റെ അരൂപിയേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവേ, പാപത്തെ കുറിച്ചുള്ള ഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വന്ന് ഭൂമുഖം നവീകരിക്കണമേ, പരിശുദ്ധാത്മാവേ, അങ്ങേ പ്രകാശം ഞങ്ങളുടെ ആത്മാക്കളിൽ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ നിയമം എഴുതണമേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രസാദപരങ്ങളുടെ ഭണ്ഡാകാരം ഞങ്ങൾക്കായി തുറക്കണമേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ പ്രചോദനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ, രക്ഷയുടെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമേ, പരിശുദ്ധാത്മാവേ, ആവശ്യമായ ഒരേയൊരു ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ, നന്മ അഭ്യസിക്കാൻ പ്രചോദനം നൽകണമേ, പരിശുദ്ധാത്മാവേ, എല്ലാ പുണ്യങ്ങളുടെയും യോഗ്യത ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ, നീതിയിൽ ഞങ്ങളെ നിലനിർത്തണമേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ നിത്യമായ പ്രതിഫലമാകണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും അരൂപിയെ ഞങ്ങൾക്ക് നൽകണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ, അങ്ങേ സ്നേഹാഗ്നി ഞങ്ങളിൽ ജ്വലിപ്പിക്കണമേ, പ്രാർത്ഥിക്കാം. ഓ കാരുണ്യവാനായ പിതാവേ, അങ്ങേ ദിവ്യാരൂപി ഞങ്ങളെ പ്രകാശിപ്പിക്കുകയും ജ്വലിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ നദി ഞങ്ങളിൽ ഒഴുക്കി സൽപ്രവർത്തികൾ ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയോട് കൂടി നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും ഐക്യത്തിൽ ഞങ്ങളുടെ യാതനകൾ സാധിച്ചു തരണമേ.
ആമേൻ. തുടർന്ന് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. വിശുദ്ധീകരിക്കണമേ കർത്താവേ, എന്നെ വിശുദ്ധീകരിക്കണമേ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഉച്ചത്തിൽ നമുക്ക് സ്തുതിക്കാം. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോ ആത്മാവ് വാഴും ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. അഗ്നിക്കനലുകൾ നാവിൽ നൽകി ശുദ്ധീകരിച്ചതുപോ എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ സമർപ്പിക്കുന്നു, സറണ്ടർ ചെയ്യുന്നു. സ്വർണ്ണത്തെ പോലെന്നെ ശുദ്ധീകരിക്കണമേ, പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലെന്നെ ശുദ്ധീകരിക്കണമേ, പാപം നിറയും എന്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ, ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. തുടർന്ന് മുട്ടുമേൽ നിന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ അമ്മയുടെ പരിപൂർണമായ ഒരു നിയന്ത്രണത്തിൽ ഞങ്ങളെ വിശുദ്ധിയിൽ വളർത്തി ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ളതാക്കി മാറ്റാൻ അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. അമ്മയുടെ വിദ്യാലയത്തിൽ ഞങ്ങളെ ചേർക്കണമേ. നമുക്ക് കരങ്ങൾ കൂപ്പി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന്
പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികയെ, തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വചനം കർത്താവ് ഓർമ്മപ്പെടുത്തി തരുന്നു. ഞാൻ ഇപ്പോൾ ആരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്? മനുഷ്യരുടെ പ്രീതിയാണോ ദൈവത്തിൻ്റെ പ്രീതിയാണോ? ഞാൻ മനുഷ്യരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനേ ആകുമായിരുന്നില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനല്ല എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനിലൂടെ ഇത് വെളിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട തൻ്റെ തന്നെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്? മനുഷ്യരുടെ പ്രീതി അന്വേഷിക്കുന്നത് പോലെ തന്നെ നാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, തൻ്റെ തന്നെ സന്തോഷമാണോ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ തന്നെ പ്രീതിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ, എൻ്റെ തന്നെ സന്തോഷമാണ് അന്വേഷിക്കുന്നത്, ആത്മപ്രീതിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ, ആത്മസന്തോഷമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനല്ല. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ നമുക്ക് കൈകൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം, കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ശുദ്ധീകരിക്കണമേ. പാപം നിറയും എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. സ്വർണ്ണത്തെ പോലെന്നെ ശുദ്ധീകരിക്കണമേ. പാപം നിറയും എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. തുടർന്ന് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ഈരടികൾ ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ കൂടെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും, ഈ 33 ദിവസം ഒരുക്കത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ. നീ ഞങ്ങൾക്കായി നിൻ സുതനോട്. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ.